ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് പൂരാടം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് പൂരാടം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ പൂരാടം നക്ഷത്രത്തിൽ പിറന്നവർക്ക് 2025 ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ നിങ്ങൾ മുൻകോപം നിയന്ത്രിക്കേണ്ട ചില അവസരങ്ങളൊക്കെ വന്ന് പെടുന്നതാണ്. നിങ്ങൾ മുൻകോപം നിയന്ത്രിക്കുക തന്നെ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപത്തുകൾ നിങ്ങൾ സ്വയം ക്ഷണിച്ചു വരുന്നു. കലാകാരന്മാർക്കൊക്കെ കാലം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇതിലെടുത്ത് പറയേണ്ടത് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ധനലാഭമൊക്കെ ഉള്ള സമയമാണ്, ധനാഗമനം ഉള്ള സമയമാണ്. ഈ തീയതി നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. 3, 9, 13, 15, 17, 21, 29 എന്നീ തീയതികൾ നിങ്ങൾക്ക് ശുഭകരമായിട്ട് കാണുന്നില്ല. ആ ദിവസങ്ങളിലെ ശുഭ കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാതിരിക്കുക. ആ സമയത്തുള്ള യാത്രകളൊക്കെ കഴിവതും ഒഴിവാക്കുക. ചിലർക്കൊക്കെ മാതാവിൻ്റെ രോഗം മനോദുഃഖത്തിന് അല്ലെങ്കിൽ മനക്ലേശത്തിന് ഇട കാണുന്നു. മാതാവിന് രോഗശൈലിയുള്ളത് കൂടാനും അല്ലെങ്കിൽ മാതാവിന് പൊതുവെ ചില അസുഖങ്ങളൊക്കെ വന്നു വിടാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങൾക്കും ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. ബിസിനസ്സിലായിക്കോട്ടെ മറ്റ് ജീവിതത്തിലായിക്കോട്ടെ പല കാര്യങ്ങൾക്കും വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കുന്ന സമയമാണ്. നിങ്ങൾ പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള, ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുതലുണ്ടെങ്കിലും പ്രാർത്ഥന കൈവിടാതെ സൂക്ഷിക്കേണ്ട സമയം. നിങ്ങൾക്ക് ധാരാളം ഈശ്വരാനുഗ്രഹം ലഭിക്കുന്നതാണ്, നന്നായിട്ട് ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. പക്ഷേ എന്നാലും നിങ്ങൾ പ്രാർത്ഥന കൈവിടാതെ സൂക്ഷിക്കേണ്ടതാണ്. ഓരോ ദിവസവും ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഭഗവാനോട് അപകടങ്ങളിൽ രക്ഷിക്കുന്നതിനായിട്ട് നന്ദിയും പറയുക. വിവാദങ്ങളിലൊക്കെ അല്ലെങ്കിൽ വിവാദ വിഷയങ്ങളിലൊക്കെ ചെന്ന് ചാടാനുള്ള സാഹചര്യങ്ങൾ കാണുന്നു. മറ്റുള്ളവരെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടായിക്കോട്ടെ നിങ്ങൾ വിവാദ വിഷയങ്ങളിലൊക്കെ ചെന്ന് തലയിടാനുള്ള സാഹചര്യങ്ങൾ കാണുന്നു. പൊതുപ്രവർത്തന രംഗത്തൊക്കെ സൽപ്പേര് സമ്പാദിക്കാൻ കഴിയുന്നൊരു സമയമാണ്. ചിലർക്കൊക്കെ അപ്രതീക്ഷിതമായിട്ട് ധനയോഗം ലഭിക്കുന്ന സമയമാണ്. ചില ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ മേലധികാരികളുടെ പ്രശംസ നേടിയെടുക്കാൻ സാധിക്കുന്നു. തൊഴിൽ രംഗത്ത് ധനലാഭവും ഉയർച്ചയും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ മാതാവിൻ്റെ അസുഖത്തിനൊക്കെ ചെറിയ മാറ്റമൊക്കെ കണ്ടു തുടങ്ങും. ചിലർക്കൊക്കെ മാതാവിൻ്റെ സഹായം വർദ്ധിച്ചു കിട്ടുന്നതാണ്. മാതാവിന് താങ്ങും തണലുമായി മാറുന്നതാണ് മാതാവ്. കഷ്ടനഷ്ടങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടിയെടുക്കാൻ പറ്റുന്ന സമയം കൂടിയാണ് ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ. വ്യാവസായിക രംഗം പുഷ്ടിപ്പെടുന്നു. നിങ്ങളുടെ ധനലാഭം കൂടുതലായിട്ടുണ്ടാകും. ബിസിനസ്സിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാവും. ശുക്ര സൂര്യ പരിപ്രവർത്തനം മൂലം കർമ്മരംഗത്ത് വൻ ഉയർച്ച തന്നെയാണ് നിങ്ങൾക്ക് കാണുന്നത്. വ്യക്തിപ്രഭാവം വർദ്ധിക്കുവാൻ വേണ്ടി എന്തും ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുന്നതാണ്. ധനസമ്പാദനത്തിന് വേണ്ടി വഴിവിട്ട് സഞ്ചരിക്കുന്ന ചില അവസ്ഥകൾ ഉണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുക. നിയമപരമായിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യുക. ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പണമോഹം മൂലം ചെന്ന് വീഴാതിരിക്കുക. ഉത്സാഹവും ഉന്മേഷവും ഒക്കെ കർത്തവ്യബോധവും ഒക്കെ വർദ്ധിക്കുന്ന സമയമാണ്. ഒരു പുതിയ ഉണർവ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപെടുന്നതാണ്. ഒരു ടേണിംഗ് പോയിന്റിലാണ് നിങ്ങളുടെ ജീവിതം എന്ന് തന്നെ പറയാം. ഒരു വഴിത്തിരിവിലാണ് നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് രോഗങ്ങളിൽ നിന്നും മുക്തിയും സാമ്പത്തിക നേട്ടവും ഒക്കെയാണ് ഡിസംബർ മാസത്തിൽ എടുത്തു പറയേണ്ടത്. പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങൾ ദർശിച്ചും വിഘ്നേശ്വര ഭഗവാന്റെ അനുഗ്രഹം നേടിയെടുത്താൽ സർവകാര്യ വിജയം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ വലിയ ഉന്നതിയിലെത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഇതിനൊക്കെ വെള്ളിയാഴ്ച ദിവസങ്ങൾ ഗണപതി ഭഗവാന്റെ ക്ഷേത്രം ദർശിച്ചിട്ട് കറുകമാല കൊടുക്കുക, കറുകപ്പുല്ല് കൊടുക്കുക, നാരങ്ങമാല കൊടുക്കുക, നെയ്വിളക്ക് ചാർത്തുക, നാളികേരം ഇടക്കുക, അഷ്ടദ്രവ്യ ഗണപതി ഹോമം കൊടുക്കുക, ഗണപതി സ്തുതികൾ പാരായണം ചെയ്യുക. ഒത്തിരി കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഭഗവാനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക, ശുദ്ധ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുക, ഗണപതി സ്തോത്രങ്ങൾ ഉരുവിടുകയൊക്കെ ചെയ്താൽ ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾക്ക് പാത്രമാകാൻ സാധിക്കുന്നതാണ്. മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി ഒന്നും ചെയ്യരുത്. ഇല്ലീഗലായിട്ടുള്ള മാർഗങ്ങളിലൂടെ ചെന്ന് തലയിട്ടിട്ട് ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ധനാഗമനം ഉണ്ടാവും. അത് ശരിയായ മാർഗത്തിലൂടെ സമ്പാദിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഭഗവാന്റെ കാരണത്താൽ നല്ലൊരു സമയമുണ്ടാകട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വയ്ക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക,
തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.